ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പുകാർക്ക് വേണ്ടിയും യൂസ് ചെയ്യാം. കറുത്ത പാടും കരിവാളിപ്പും അതേപോലെ മുഖക്കുരു വന്ന പാടുകളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും സ്കിന്നൊരു ഈവൺ ആയിട്ടുള്ളൊരു നിറം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു ക്രീമാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് 1 ടീസ്പൂണോളം അലോവേര ജെല്ല് എടുക്കുക. അപ്പോൾ വീട്ടിലുള്ള അലോവേര ജെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. പക്ഷേ അത് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, കുറച്ച് ഒരു 10 ദിവസമെല്ലാം നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ പൈസയേ ഉള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കറിയിലിടുന്നതൊന്നും ഇടരുത് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൽമണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും ഒലീവ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നിയത് ആൽമണ്ട് ഓയിൽ ആയതുകൊണ്ടാണ് ഞാൻ ആൽമണ്ട് ഓയിൽ ഇട്ടത്. ഓയിലി സ്കിൻ ആകുമ്പോൾ അവർക്ക് ഈ പിമ്പിൾസിൻ്റെ പ്രോബ്ലം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലിന് പകരം ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ കോഫി പൗഡർ ഇട്ടാൽ ഇത് കുറച്ചൊന്ന് ലൂസായി പോകും കേട്ടോ, ഒരു വാട്ടറി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെല്ല് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ കോഫി നന്നായിട്ട് അതിലേക്ക് മെൽട്ട് ആവണം. അതിനുശേഷം നമുക്കിത് നല്ലൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലേക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി ഉണ്ടാക്കിയിട്ട് തീർന്നതിന് ശേഷം ഞാൻ വീണ്ടും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണിത്. നല്ലൊരു ഗ്ലാസിൻ്റെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ തന്നെ ഇത് അടച്ച് വെച്ച് സൂക്ഷിക്കുക. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നും നിർബന്ധമില്ല, പുറത്ത് തന്നെ വെക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നന്നായിട്ട് വരിക. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടെയ്നറിൽ നമുക്കൊരു 10 ദിവസമെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. രാത്രി എപ്പോഴും കിടക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സാധാരണ ക്രീം തേക്കുന്നത് പോലെ. പിന്നെ കൈ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്കിൻ അത് അബ്സോർബ് ചെയ്ത് പോവും. കോഫി, മഞ്ഞൾ, അലോവേര എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. ഇത് ഇതേപോലെ തന്നെ അടച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറേ കാലം മീൻസ് ഒരു 10 ദിവസമെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും തയ്യാറാക്കി ഉപയോഗിച്ചാൽ മതി. 1 മാസത്തിനേക്കുള്ളത് അങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. ഒരു 10 ദിവസത്തിനുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് ഡെയിലി രാത്രി തേക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നേ തേച്ചാൽ മാത്രം മതി. ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ടുള്ളൊരു ക്രീമാണിത്, കോഫി ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള ഫേസ് പാക്കുകളും ക്രീമുകളും ബാത്തിങ് പൗഡേഴ്സും എല്ലാം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.